നമ്മൾ സത്യത്തിൽ മോനയെ പറ്റി അറിയുന്നത് ഒരു ടി വി പ്രോഗ്രാമിൽ കൂടെയാണ്. ആദ്യം എൻ്റെ മകനാണത് ആദ്യം ഒരു ടി വി പ്രോഗ്രാം കാണുന്നത്. അപ്പോൾ ടി വി പ്രോഗ്രാമത്തിൽ കുറച്ച് മനോഹരമായിട്ടുള്ള കുറച്ച് വീടുകളൊക്കെ കണ്ടു. അപ്പോൾ മോന് ഇതാരാണ് ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം മനോരമ നമ്മുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചു എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം. അപ്പോൾ അവർ തന്ന ഒരു ഡീറ്റെയിൽസും നമ്പറും വെച്ചിട്ടാണ് മോൻ ആദ്യമായിട്ട് മോനയുമായിട്ട് ബന്ധപ്പെടുന്നത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഈ കിട്ടിയ നമ്പറിൽ നമ്മൾ വിളിക്കുകയാണ്. വിളിക്കുമ്പം മറുഭാഗത്ത് പ്രേംദാസ് എന്നുള്ള ആർക്കിടെക്റ്റ് ഹൂസ് വൺ ഓഫ് ദ ചീഫ് ഓഫ് ദിസ് പർട്ടിക്കുലർ ഗ്രൂപ്പ് ആണ് ഫോൺ അറ്റൻഡ് ചെയ്തത്. നമുക്ക് വളരെ ഇമ്പ്രസ്ഡ് ആയിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം, സാധാരണ രീതിയിൽ പല ആൾക്കാരും തിരക്കുള്ള ആൾക്കാർ ഒരു ഫോൺ വിളിച്ചാൽ അൺനോൺ നമ്പർ ആണെങ്കിൽ എടുക്കില്ല. പക്ഷേ ഹി വാസ് കൈൻഡ് ഇനഫ് ടു പിക്ക് അപ്പ് ദ ഫോൺ. ഹി സെഡ് ഹി വാസ് ബിസി. സബ്സിക്വൻ്റ്ലി ഹി കോൾ മീ ബാക്ക്. സംസാരിച്ചു. അത് തന്നെ ഞങ്ങൾക്ക് വളരെ ഇമ്പ്രസ്ഡായി. സബ്സിക്വൻ്റ്ലി ഞങ്ങളുടെ പ്രോജക്റ്റ് കാര്യങ്ങളെല്ലാം പറ്റി അവരോട് സംസാരിച്ചപ്പം അവർ പറഞ്ഞു ഒരു ദിവസം പാലക്കാട്ട് വരിക, നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സ്, ദാറ്റ് ഇസ് മൈ വൈഫ്, മൈസെൽഫ്, മൈ വൈഫ് ആൻഡ് മൈ ഡോട്ടർ ഇൻ ലോ അവിടെ പോയി കണ്ടു. അപ്പോൾ അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം കൂടി ഇമ്പ്രസ്ഡ് ആയത്, ഇത് ഒരു വളരെ ചെറുപ്പക്കാർ ചേർന്ന ഒരു ഓർഗനൈസേഷൻ ഹു ഹാവ് ഗോട്ട് യങ് ബ്ലഡ്, യങ് ടാലൻറ്റ് ആൻഡ് വിത്ത് എ പോസിറ്റീവ് അപ്രോച്ച്. അപ്പം ഞങ്ങൾ ഞങ്ങളുടെ പ്രോജക്റ്റിനെ പറ്റിയെല്ലാം ഡീറ്റെയിൽ സംസാരിച്ചു. അപ്പം പറഞ്ഞു ഒരു ദിവസം കൊല്ലത്ത് വരാം, കൊല്ലത്ത് വന്നിട്ട് ആ പ്രോജക്റ്റ് എവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ മനസ്സിലാക്കി വി വിൽ ഹാവ് എ ഡീറ്റെയിൽ ഡിസ്കഷൻ. അങ്ങനെ ഒരു ദിവസം ആസ് പെർ അവർ ഇൻവിറ്റേഷൻ ഇവർ നമ്മുടെ വീട്ടിൽ വരികയും വീട്ടിൽ വന്ന് നമ്മുടെ കാര്യങ്ങളെല്ലാം സംസാരിച്ചു. ഞങ്ങളുടെ ലൈക്സ് ഡിസ്ലൈക്സ് എല്ലാം മനസ്സിലാക്കിയെല്ലാം നോട്ടെല്ലാം എടുത്തു. അത് കഴിഞ്ഞ് ദേ ഹാവ് ഗിവൺ അസ് ഒരു സ്കെച്ച് തന്നു വീടിന്. അപ്പോൾ ആ സ്കെച്ചിനകത്ത് നമുക്ക് വേണ്ട വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും എല്ലാം പറഞ്ഞു, ഞങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും എല്ലാം പറഞ്ഞ് അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ ചേഞ്ച് വരുത്തി, നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ചേഞ്ച് വരുത്തി റിവൈസ് ഡ്രോയിങ് തരികയാണ് ഉണ്ടായത്. നമുക്കതിനകത്ത് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം, പൊതുവെ ഈ ആർക്കിടെക്ട്സിനൊരു ശ്രദ്ധ എന്ന് പറഞ്ഞാൽ അവരുടെ ഇഷ്ടം നമ്മളിൽ അടിച്ചേൽപ്പിക്കും. പൊതുവെ കാണുന്ന ഒരു കാരണം എനിക്ക് പല അനുഭവങ്ങളും എനിക്കുണ്ട്. അവരുടെ ഇഷ്ടങ്ങൾ എങ്ങനെയെങ്കിലും നമ്മളെ എംഫസൈസ് ചെയ്യാൻ നോക്കും, അതാണ് അവരുടെ പ്രോജക്റ്റ്. പക്ഷേ ഇത് അങ്ങനെ വ്യത്യസ്തമായിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ എന്തൊക്കെയാണ്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതെങ്ങനെ യോജിപ്പിച്ച് എങ്ങനെ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്ന് മനസ്സിലാക്കിയാണ് അവർ ഡ്രോ ചെയ്തേക്കുന്നത്. അപ്പം വളരെ പ്ലാനൊക്കെ മനോഹരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ പ്രോജക്റ്റും കൂടെ അവരെ ഏൽപ്പിക്കാം എന്ന് വിചാരിച്ചു. നമ്മൾ ഈ പ്രോജക്റ്റും കൂടെ അവരെ ഏൽപ്പിക്കുകയാണ് ഉണ്ടായത്. വളരെ പെട്ടെന്ന് തന്നെ അവർ വർക്ക് മുമ്പോട്ട് പോവുകയും എല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് നല്ലൊരു ഗ്രൂപ്പ്, അവൻ്റെ ഓരോ പണിക്കും അതിൻ്റേതായ അടുക്കും ചിട്ടയോടുകൂടിയും നല്ല ടീം ഓഫ് വർക്കേഴ്സ് വെർ എൻഗേജ്. ആൻഡ് ഇൻഫാക്റ്റ് നമ്മൾ വളരെ ഈ പ്രോജക്റ്റ് ഹാസ് ബീൻ completed in a very successful manner and we, our family members, all have liked it. ആ പ്രോജക്റ്റ് നന്നായിട്ട് തീർക്കാൻ പറ്റി. വളരെ മനോഹരമായിട്ട് അത് സന്തോഷമായിട്ട് തന്നെ തീർക്കാൻ പറ്റിയില്ലാത്ത നമുക്ക് വലിയ സന്തോഷമുണ്ട്. കൂടാതെ ഇവിടെ നമുക്ക് വീട്ടിൽ വരുന്ന നമ്മുടെ ഗസ്റ്റും റിലേറ്റീവ്സിനും എല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. കാരണം വളരെ വെൻറ്റിലേറ്റഡ് ആണ്, വളരെ ലൈറ്റഡ് സെൽഫ് ലൈറ്റിംഗ് ഉള്ള ഒരു സെറ്റപ്പിലാണ്. അതെല്ലാം വളരെ നന്നായിട്ടുണ്ട്. അപ്പം വളരെ വി സിൻസിയർലി വിഷ് many projects for architects to bring in even better projects. അതുകൊണ്ട് എല്ലാ ആശംസകളും ഞങ്ങൾ നേരുന്നുണ്ട്.